ഹലോ, ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് C++ പ്രോഗ്രാം വെച്ചിട്ട് എങ്ങനെയാണ് ഒരു നമ്പർ പ്രൈം നമ്പർ ആണോ അല്ലയോ എന്നാണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ സ്കൂളിലോ കോളേജിലോ ഒക്കെ പഠിക്കുന്നതാണെങ്കിൽ C++ പഠിക്കുന്നതാണെങ്കിൽ ഇതൊരു ലാബ് എക്സാമിലെ ചോദ്യമായിരിക്കും അല്ലേ. അതായത് ഒരു നമ്പർ പ്രൈം ആണോ അല്ലയോ എന്ന് C++ വെച്ചിട്ട് ചെക്ക് ചെയ്ത് പറയണം. അപ്പോൾ ഫസ്റ്റ് കാര്യം നമുക്ക് നോക്കാനുള്ളത് എന്താണ് പ്രൈം നമ്പർ എന്നുള്ളതാണ്. പ്രൈം നമ്പർ എന്ന് പറഞ്ഞാൽ ഒരു നമ്പർ ഇപ്പം 2 എന്ന് പറയുന്നത് ഏറ്റവും കുറഞ്ഞ പ്രൈം നമ്പറാണ്. 2നെ 2 വെച്ചും പിന്നെ 1 വെച്ചും ഡിവൈഡ് ചെയ്യുമ്പോഴാണ് റിമൈൻഡർ 0 കിട്ടുന്നത്. എന്തുകൊണ്ടാണ് ഒരു നമ്പർ പ്രൈം നമ്പർ എന്നുള്ളതിൻ്റെ കാരണമാണിത്. ആ നമ്പർ കൊണ്ടും പിന്നെ 1 കൊണ്ടും ഹരിച്ചാൽ മാത്രമേ 0 കിട്ടത്തുള്ളൂ. അതായത് ഒരു നമ്പറിനെ ഒരു നമ്പർ കൊണ്ട് ഹരിക്കുമ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ ആ നമ്പറിനെ പറയുന്നതാണ് ഫാക്ടർ എന്ന് പറയുന്നത്. ഇപ്പം 4നെ 2 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 0 കിട്ടും. അപ്പം 2 4ൻ്റെ ഫാക്ടറാണ്. 4നെ 4 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 0 കിട്ടും. അപ്പം 4 4ൻ്റെ ഫാക്ടറാണ്. 4നെ 1 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ 0 കിട്ടും. അപ്പോൾ 1 4ൻ്റെ ഫാക്ടറാണ്. 4 ഒരു പ്രൈം നമ്പർ അല്ല, കാരണം 4ന് 3 ഫാക്ടേഴ്സ് ഉണ്ട്. പ്രൈം നമ്പേഴ്സിന് 2 ഫാക്ടറേ കാണത്തുള്ളൂ, 1 എന്ന് പറയുന്ന സംഖ്യയും പിന്നെ ആ സംഖ്യയും. അപ്പം അതാണ് നമുക്ക് പ്രോഗ്രാമിങ്ങിൽ ചെക്ക് ചെയ്യേണ്ടത്. 1ഉം ആ സംഖ്യയും അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ നമ്പർ പ്രൈം അല്ല, അങ്ങനെ ഇല്ല എങ്കിൽ ആ നമ്പർ പ്രൈമാണ്. പ്രൈം നമ്പേഴ്സിൻ്റെ ഉദാഹരണമാണ് 3 ഒരു പ്രൈം നമ്പറാണ്, 2 പ്രൈം നമ്പറാണ്, 5 പ്രൈം നമ്പറാണ്, പിന്നെ 7 പ്രൈം നമ്പറാണ്, പിന്നെ 11 പ്രൈം നമ്പറാണ്. ഇങ്ങനെയുള്ളതൊക്കെയാണ് പ്രൈം നമ്പർ. അപ്പം നമുക്ക് അത് ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത് അല്ലേ. ഇവിടെ ആദ്യം നമ്മൾ ഒരു യൂസറിൽ നിന്നും ഒരു നമ്പർ ചോദിക്കണമല്ലോ. അപ്പം അതിനെ നമുക്ക് നം എന്ന് പറഞ്ഞൊരു വേരിയബിളിൻ്റെ അകത്ത് സേവ് ചെയ്യാം. ഇൻറ്റിജർ ആയതുകൊണ്ട് ഇൻറ്റ് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈസ് പ്രൈം എന്നും പറഞ്ഞ് ഒരു സംഭവം നമുക്കൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് വെക്കാം. അത് ബൈ ഡിഫോൾട്ട് ഈസ് പ്രൈമിന് നമ്മൾ ബൈ ഡിഫോൾട്ട് ട്രൂ എന്നുള്ള വാല്യൂ കൊടുക്കും. പിന്നെ നമ്മൾ ലോജിക്ക് ചെക്ക് ചെയ്തിട്ട് അത് നമ്മൾ മാറ്റും. പിന്നെ യൂസറിനോട് എന്ത് ചെയ്യണം, യൂസറിനോട് ചോദിക്കണം ഒരു നമ്പർ എൻ്റർ ചെയ്യൂ, എൻ്റർ എ പോസിറ്റീവ് നമ്പർ, ഒരു പോസിറ്റീവ് നമ്പർ എൻ്റർ ചെയ്യൂ. കാരണം പ്രൈം നമ്പർ പോസിറ്റീവ് നമ്പേഴ്സാണ്. എന്നിട്ട് യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പർ നമ്മൾ എന്ത് ചെയ്യണം, സീൻ ചെയ്യണം. എന്തിലോട്ട്, നമ്മിലോട്ടാണ് യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പർ നമ്മൾ വാങ്ങിച്ചു വെക്കുന്നത്. ഇനി നമ്മളൊരു കണ്ടീഷൻ എഴുതണം. അതായത് യൂസർ എൻ്റർ ചെയ്ത നമ്പർ 0 അല്ലെങ്കിൽ 1 ആണെങ്കിൽ ഈസ് പ്രൈം ഫോൾസ് ആണ്, കാരണം 0യും 1ഉം പ്രൈം നമ്പേഴ്സ് അല്ല. സോ നമ്മൾ എന്ത് ചെയ്യും, ഈസ് പ്രൈമിനെ ഫോൾസ് ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഇവിടെ ഒരു എൽസ് കൊടുക്കുക. അതായത് യൂസർ എൻ്റർ ചെയ്ത നമ്പർ 0യോ 1ഓ അല്ല എങ്കിൽ എന്ത് ചെയ്യണം, ഫോർ ഇൻറ്റ് i ഈക്വൽ ടു 2. ഇവിടെ എന്തുകൊണ്ടാണ് 2ൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ലൂപ്പ്? ഏറ്റവും കുറഞ്ഞ പ്രൈം നമ്പർ 2 ആണ്. നിങ്ങളെ ലാബിൽ വരുന്ന ടീച്ചർ വല്ല ഏറ്റവും കുറഞ്ഞ പ്രൈം നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ പറയണം 2 ആണ് ഏറ്റവും കുറഞ്ഞ പ്രൈം നമ്പർ. i ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്മൾ എൻ്റർ ചെയ്ത നമ്പർ i പ്ലസ് പ്ലസ്. ഇവിടെ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് അറിയാവോ, ഇഫ് നം റിമൈൻഡർ i, നമ്പറിനെ i കൊണ്ട് ഹരിക്കുമ്പോൾ 0 കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. അതാണ് ഇഫ് നം റിമൈൻഡർ i ഈക്വൽ ടു 0. ഇത് റിമൈൻഡർ ഓപ്പറേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഹരിക്കുമ്പോൾ എന്താണോ ശിഷ്ടം കിട്ടുന്നത്, റിമൈൻഡർ കിട്ടുന്നത്, അത് തരും. ആ ശിഷ്ടം 0 ആണെങ്കിൽ അതിനർത്ഥം എന്താ, 1ഉം ആ നമ്പറും അല്ലാതെ വേറൊരു നമ്പർ
ഇതിന് ഫാക്ടറായിട്ട് ഉണ്ട്. അപ്പം അത് പ്രൈം അല്ല. അപ്പോൾ ഈസ് പ്രൈം എന്താണ്? ഫോൾസ് ആണ്. ഓക്കെ, ഇത്രയാണ് നമ്മൾ ചെയ്യേണ്ടത്. എന്നിട്ട് ഇവിടെ നമ്മൾ വേറൊരു ഇഫ് കണ്ടീഷൻ എഴുതണം. ഈ ഈസ് പ്രൈം എന്നുള്ളത് ട്രൂ ആണെങ്കിൽ, ഇഫ് ഈസ് പ്രൈം എന്ന് കൊടുത്താൽ ഈസ് പ്രൈം ട്രൂ ആണോ ഫോൾസ് ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഈസ് പ്രൈം ട്രൂ ആണെങ്കിൽ എന്ത് സി ഔട്ട് ചെയ്യണം? സി ഔട്ട് നമ്പർ ഈസ് പ്രൈം നമ്പർ. ഈ നമ്പർ പ്രൈം നമ്പർ ആണ്. അല്ലെങ്കിൽ എന്ത് സി ഔട്ട് ചെയ്യണം? ഈ നമ്പർ ഈസ് നോട്ട് എ പ്രൈം നമ്പർ. മനസ്സിലായോ? ഇതാണ് നമ്മുടെ C++ വെച്ചിട്ട് പ്രൈം ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാനുള്ള പ്രോഗ്രാം. ഒരു കാര്യം കൂടി കൊടുക്കണം. ഈ ഈസ് പ്രൈം കഴിഞ്ഞിട്ട് നമ്മളൊരു ബ്രേക്കും കൂടി കൊടുക്കണം. കാരണം ഈ ബ്രേക്ക് എന്തുവാണെന്നറിയാവാ? നമ്മൾ ആ സംഖ്യയ്ക്ക് ഒന്നും ആ നമ്പറും അല്ലാതെ വേറൊരു ഫാക്ടർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുമ്പം ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ നമ്മൾ അവിടെ വെച്ച് നിർത്തണം. ആ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അവിടെ വെച്ച് നിർത്താൻ വേണ്ടിയാണ് ബ്രേക്ക് കൊടുക്കുന്നത്. ബ്രേക്ക് എന്ന് പറയുന്നത് ലൂപ്പിൻ്റെ അകത്ത് കൊടുക്കുമ്പോൾ ലൂപ്പിൻ്റെ എക്സിക്യൂഷൻ അവിടെ വെച്ച് ബ്രേക്കായിട്ട് പ്രോഗ്രാമിംഗ് കൺട്രോള് ലൂപ്പിന് പുറത്ത് വരും. മനസ്സിലായോ? എന്താ ബ്രേക്ക് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നമ്മൾ കൺട്രോൾ പുറത്തേക്ക് എടുക്കുന്നത്? കാരണം നമ്പർ പ്രൈം അല്ല എന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ പിന്നെയും ആ ചെക്കിങ് തുടരേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് നമ്മളവിടെ ബ്രേക്ക് കൊടുത്ത് ലൂപ്പിന് പുറത്തേക്ക് കൺട്രോൾ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. ഞാനൊരു ഓൺലൈൻ കമ്പൈലറാണ് ഉപയോഗിക്കുന്നത്, അതുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്. നിങ്ങൾ റൺ ചെയ്യുമ്പോൾ ഈ എൻ്റർ എ പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് വരും. അപ്പോഴത്തേക്കും ഈ സംഖ്യ കൊടുത്താൽ മതി. അപ്പം ഞാനിവിടെ കൊടുക്കുന്നത് 3 എന്നുള്ളതാണ്. എന്നിട്ട് ഞാൻ റൺ ചെയ്യുക. അപ്പം ഇതാണ് എനിക്ക് ഔട്ട്പുട്ട് കിട്ടിയേക്കുന്നത്. എൻ്റർ എ പോസിറ്റീവ് ഇൻറ്റിജർ 3 ഈസ് പ്രൈം നമ്പർ എന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒരു /n കൊടുക്കുക. അപ്പോൾ ഈ പ്രശ്നം തീരും. കണ്ട, ഞാൻ കൊടുത്ത ഇൻപുട്ട് എന്ന് പറയുന്നത് 3 ആണ്. 3 പ്രൈം നമ്പർ ആണ്. കാരണം 1ഉം 3ഉം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ മാത്രമാണ് 1ഉം 3ഉം വെച്ച് ഡിവൈഡ് ചെയ്യുമ്പം ഞാൻ കൊടുത്ത ഇൻപുട്ട് 3 ആണ്. 3 എന്ന് പറയുന്നത് പ്രൈം നമ്പർ ആണ്. പിന്നെ ഇവിടെ ഒരു സ്പേസ് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ 4 കൊടുക്കാം. 4 കണ്ട, എൻ്റർ എ പോസിറ്റീവ് ഇൻറ്റിജർ 4 ഈസ് നോട്ട് എ പ്രൈം നമ്പർ. 4 ഒരു പ്രൈം നമ്പർ അല്ല. ഇനി 10 കൊടുത്താൽ 10ഉം പ്രൈം നമ്പർ അല്ല. നമുക്ക് 11 കൊടുത്തു നോക്കാം. 11 പ്രൈം നമ്പർ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൈം നമ്പറിൻ്റെ പ്രോഗ്രാം എഴുതി. ഒന്നും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. പ്രൈം നമ്പർ എന്ന് പറയുമ്പോൾ ആ നമ്പറിനെ വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും 1 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴും റിമൈൻഡർ 0 കിട്ടത്തുള്ളൂ. അതായത് ആ നമ്പറിന് ഫാക്ടേഴ്സായിട്ട് 1ഉം ആ നമ്പറേ ഉള്ളൂ. അപ്പം നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ നമ്പറിന് 1ഉം ആ നമ്പർ അല്ലാതെ വേറൊരു ഫാക്ടർ ഉണ്ടോ എന്നാണ്. ആദ്യം നമ്മൾ ഇൻറ്റ് നം ക്രിയേറ്റ് ചെയ്തു. യൂസർ എൻ്റർ ചെയ്യുന്ന നം സ്റ്റോർ ചെയ്യാൻ. ബൂൾ ഈസ് പ്രൈം ട്രൂ കൊടുത്തു വെച്ചു. എൻ്റർ എ പോസിറ്റീവ് ഇൻറ്റിജർ എന്ന് യൂസറിനോട് നമ്മൾ പറഞ്ഞു, എൻ്റർ ചെയ്യാൻ പറഞ്ഞു. യൂസർ എൻ്റർ ചെയ്യുന്ന നമ്പർ നമ്മൾ C-നെ നമ്മിലേക്ക് ചെയ്തു, നമ്മിലേക്ക് സ്റ്റോർ ചെയ്തു. എന്നിട്ട് യൂസർ എൻ്റർ ചെയ്ത നമ്പർ 0യോ 1 ആണോ എന്ന് ചെക്ക് ചെയ്തു. 0യോ 1 ആണെങ്കിൽ പ്രൈം അല്ല. അത് നമ്മൾ ഈസ് പ്രൈം ഫോൾസ് കൊടുത്തു. പിന്നെ എൽസിൽ 0യോ 1 അല്ലെങ്കിൽ എൽസിലോട്ട് കയറും. എൽസിൽ നമ്മൾ ലൂപ്പിട്ട് ചെക്ക് ചെയ്തു വേറെ ഫാക്ടർ ഉണ്ടോ എന്ന്. ആ ഉണ്ട് എന്ന് കാണുമ്പോൾ നമ്മൾ ലൂപ്പ് ബ്രേക്ക് ചെയ്തു പുറത്ത് വന്നു. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈസ് പ്രൈം ട്രൂ ആണെങ്കിൽ പ്രൈം നമ്പർ ആണ്, ഫോൾസ് ആണെങ്കിൽ പ്രൈം നമ്പർ അല്ല. അപ്പോൾ ഇതാണ് C++ വെച്ചിട്ട് പ്രൈം നമ്പർ കണ്ടുപിടിക്കുന്ന പ്രോഗ്രാം. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ഒരു ലൈക്ക് തരിക, അഭിപ്രായങ്ങൾ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതേപോലെ പ്രോഗ്രാമിംഗ് പഠിക്കുന്ന കൂട്ടുകാർക്ക് വീഡിയോ ഷെയറും ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.